IITസിലാണോ അതോ വിദേശത്തുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണോ പഠിക്കാനായിട്ട് നല്ലത്? ഇത്രയും നമ്മൾ ആലോചിച്ചാൽ മതി. IITയുടെ റാങ്കിങ് എന്ന് പറയുന്നത് ഗ്ലോബൽ റാങ്കിങ്, അതായത് QS റാങ്കിങ് അഥവാ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് പ്രകാരം നൂറുകളിലാണ് ഇവരുടെ ഗ്ലോബൽ റാങ്ക് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയുടെ ഗ്ലോബൽ റാങ്ക് 150 ആണ്. പക്ഷേ 60% മാത്രം മാർക്കുള്ള ഒരു കുട്ടിക്ക് വിയന്ന യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ അഡ്മിഷൻ ലഭിക്കും. അതേസമയം IITയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കണം. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തുള്ള പോപ്പുലേഷനാണ്. 140 കോടി ജനങ്ങളിൽ ഒരു മേജർ ചങ്ക് പോപ്പുലേഷൻ വരുന്നത് യങ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. എന്നാൽ എത്ര IITs ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ ഹൈ ആവുന്നതും എൻട്രി റിക്വയർമെന്റിൽ കൂടിയിരിക്കുന്നതും. അതേസമയം യൂറോപ്പിൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള പല റിസർച്ച് യൂണിവേഴ്സിറ്റീസും അവിടുത്തെ ഏജിങ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടുത്തെ പോപ്പുലേഷൻ കൊണ്ട് അവിടുത്തെ സീറ്റ്സ് ഫില്ലാവില്ല. അതുകൊണ്ട് IITസിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ തന്നെയും സിമിലർ റാങ്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അത്രയും എഫേർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് എന്നർത്ഥം. ഗ്ലോബൽ റാങ്കിങ് സിമിലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്ത് ഇരുന്ന് കഴിഞ്ഞാലും അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കമ്പാരബിൾ ആയിരിക്കും. അതുകൊണ്ട് IITയിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന കാരണം കൊണ്ട് വിഷമിക്കേണ്ട. അതേ റാങ്കുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദേശത്തുണ്ട്. ഇവിടെ നമ്മൾ IITയിൽ അഡ്മിഷൻ കിട്ടാനുള്ള എഫേർട്ടിന്റെ പകുതി എഫേർട്ട് മാത്രം മതി എന്നർത്ഥം.